ഹായ്, നമുക്കിന്ന് ചിക്കൻ ഒരു സ്പെഷ്യൽ രീതിയിലൊരു ഫ്രൈ ചെയ്യാം. അതിനായി ഞാനൊരു 1/2 കിലോ ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് എന്തൊക്കെ പൊടികളാണ് അടുത്തത് ചേർക്കേണ്ടതെന്ന് നോക്കാം. 1 ടീസ്പൂൺ കുരുമുളക് ഫ്രഷ് എടുക്കുക. അതുപോലെ ഇത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ക്യുമിൻ സീഡ് അതെടുക്കുക. ഒരു ടീസ്പൂൺ മല്ലി, ഫ്രഷ് മല്ലി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ടെന്ന് വെച്ചാൽ ഒന്ന് ചതച്ച്, ശരിക്കും പൊടിഞ്ഞു പോകേണ്ട, ചതച്ചെടുക്കാം. ഇതുപോലെ പൊടിച്ചു വെച്ചിരുന്ന മല്ലിയും ചെറിയ ജീരകവും കുരുമുളകും ഇതിലോട്ട് ഇടാം. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 3 ടീസ്പൂൺ അരിപ്പൊടി ഇടാം. അതുപോലെ കോൺഫ്ലവർ. ഇനി ഒരു മുട്ടയുടെ വെള്ള കൂടി ഇടാം. ഇത് നന്നായിട്ട് മാവ് ഇതിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മുട്ടയുടെ വെള്ള. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും പാഴ്സ്ലിയും പിന്നെ കറിവേപ്പിലയും ഒരേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിൽ മിക്സ് ചെയ്യാം. ഒരു അരമണിക്കൂർ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാൻ അടുപ്പ് വെച്ച് പാൻ നല്ലോണം ചൂടായി എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് എണ്ണയിലോട്ട് ഓരോ പീസായിട്ട് ഇടാം. നമുക്കിത് ഓരോന്നായിട്ട് തിരിച്ചിടാം. തിരിച്ചിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്യാം. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് തിരിച്ചിടാം. നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ് ശരിക്കും. നല്ല ഈ ചെറിയ ജീരകവും പച്ചമല്ലിയും അതെല്ലാം കൂടെയൊക്കെ ഇങ്ങനെ ചേർത്തപ്പോൾ വേറൊരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ കഴിച്ച് നോക്കി, അടിപൊളിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു ഇതുപോലെ ഒരല്പം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കുറച്ച് മയോണൈസും ഒഴിച്ച് ചപ്പാത്തിയായിട്ട് കഴിച്ചാൽ അടിപൊളിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എന്നിട്ട് ഒന്ന് ഷെയറും സപ്പോർട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.